നമസ്കാരം. വ്യാവഹാരിക സത്ത എന്ന് പറയപ്പെടുന്ന ഈ ഒരു എർത്ത്ലി ഡയമെൻഷനിൽ മാത്രം പ്രയോഗക്ഷമമായിരിക്കുന്ന ചില സവിശേഷതകൾ എന്താണ് എന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം. എന്നിട്ട് പൂർവ്വ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത നേരത്തെ ധാരാളം നമ്മൾ പരാമർശിച്ചിട്ടുള്ള വ്യക്തിസത്ത അഥവാ ഈഗോ എന്ന് പറയുന്ന വ്യക്തിത്വ ബോധമാണ്. കാലവും ദേശവും ടൈം ആൻഡ് സ്പേസ് ആണ് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദശയുടെ അതിവിശിഷ്ടമായ ഒരു സവിശേഷത. എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും എന്ന് ഒരു പിടിയും കിട്ടാതെ നമ്മളെ കുഴയ്ക്കുന്ന കാലവും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്ന് ഊഹിക്കാനാവാത്ത ഈ അനന്തമായ ആകാശതലവും ടൈം ആൻഡ് സ്പേസ്. മറ്റൊരു ഘടകമാണ് ത്രിപുടി എന്ന് പറയുന്ന അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നീ മൂന്നിൻ്റെ ഒരു കോമ്പിനേഷൻ, ഒരു ചേർച്ച. വ്യാവഹാരികം ഭോക്തൃഭോഗ്യ ലക്ഷണം എന്നാണ് ഭഗവാൻ ശ്രീ ആദിശങ്കരൻ നിർവചിച്ചിരിക്കുന്നത്. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ആൻഡ് ആക്ട് ഓഫ് പെർസെപ്ഷൻ. ഭോക്താവും ഭോഗ്യവും സബ്ജക്റ്റും ഓബ്ജക്റ്റും ഉണ്ടെങ്കിലേ അറിയുന്നതായ അനുഭവിക്കൽ, ആ പെർസെപ്ഷൻ സംഭവിക്കുള്ളൂ. ഈ ഒരു എർത്ത്ലി ഡയമെൻഷനിൽ, ലൗകിക ദശയിൽ ഏതൊന്നിനെയും ഗ്രഹിക്കാൻ, അറിയാനും അറിഞ്ഞ് മനസ്സിലാക്കാനും മൂന്ന് സംഗതികൾ യോജിക്കണം. അറിയുന്നതിന് ഒരാൾ, അതായത് വ്യക്തിത്വ ഭേദത്തോടു കൂടിയ നമ്മൾ ഓരോരുത്തരും സബ്ജക്റ്റ്, പിന്നെ അറിയേണ്ടതായിട്ടുള്ള ഒരു വസ്തു ഓബ്ജക്റ്റ്, പിന്നെ ഈ രണ്ടിനെയും കൂട്ടിമുട്ടിപ്പിക്കുന്ന അറിയുക എന്ന ക്രിയ, ആക്ട് ഓഫ് പെർസെപ്ഷൻ. ഈ മൂന്നുമാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഈ ത്രിപുടി കൂടെയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ അറിവ് സാധ്യമല്ല. പ്രപഞ്ചം ത്രിപുടി പൂരിതമാണ്. പിന്നെ ശരീരത്തിൻ്റെ പരിണാമദശകൾ. സകല ജീവികളും ജനിക്കുകയും ജനിച്ചതൊക്കെ ഒരു ദിവസം നിശ്ചയം മരിക്കുകയും, അതായത് നാശം പ്രാപിക്കുകയും ചെയ്യും, അല്ലേ? ശരീരം വളരുക, പുഷ്ടിപ്പെടുക, പിന്നെ ശോഷിക്കുക, ഒടുവിൽ നശിക്കുക. ജായത്തെ, വർദ്ധത്തെ, പരിണമത്തെ, പരിക്ഷീയത്തെ, മ്രിയത്തെ എന്നിങ്ങനെയുള്ള പരിണാമദശകൾ, അല്ലെങ്കിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. നിരന്തരം എല്ലാറ്റിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റമാണ് ഈ വ്യാവഹാരിക ദശയുടെ വലിയ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം. ഒന്നും നിരന്തരമല്ല, ഒന്നിനും ഒരു സ്ഥായിത്വവും ഇല്ല. പിന്നെ ജീവികളുടെ മൂന്ന് തരം അവസ്ഥകൾ: ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി എന്ന് പറയുന്ന ഗാഠനിദ്ര എന്നീ മൂന്ന് അവസ്ഥകൾ. അതുപോലെ തന്നെ ശരീരമനസ്സുകളുടെ ഘടനയെ നിയന്ത്രിക്കുന്ന സത്വ, രജസ്, തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങൾ. പിന്നെ ഈ ലൗകികതയുടെ മറ്റൊരു സവിശേഷതയാണ് ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങൾ, പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുന്ന കാര്യം കാരണം, നല്ലത് ചീത്ത, സുഖം ദുഃഖം, ശരി തെറ്റ്, ഉണ്ട് ഇല്ല, ഇരുട്ട് വെളിച്ചം, ഇങ്ങനെ ഇരട്ടകളായിട്ടുള്ള കുറേ സ്ഥിതിവിശേഷങ്ങൾ. 1, 2, 3, 4 എന്നിങ്ങനെ അവസാനമേ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സംഖ്യകളും ഈ ദശയുടെ ഒരു വൈശിഷ്ട്യമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ മനസ്സ് ആണ് ഈ ലോകജീവിത ദശയുടെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രത്യേകത. മനസ്സിൻ്റെ 2 വിഭാഗം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതിൽ മനുഷ്യർക്ക് വിശേഷ സമ്മാനമായി കിട്ടിയിട്ടുള്ളതാണ് ചിന്തിക്കുന്ന മനസ്സും അതിൻ്റെ കൂടെ ബോണസായി കിട്ടിയിട്ടുള്ള കുറേ വികാരങ്ങളും. മനുഷ്യർക്ക് മാത്രം ഇത് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തിട്ടുമുണ്ട്. ഈ ചിന്തിക്കുന്ന മനസ്സും വൈവിധ്യമാർന്ന ഈ വികാരങ്ങളുമാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് എന്നുള്ള ഇല്ലാത്ത ഒരു വ്യക്തിത്വ ബോധത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇത് ആണവം മലമാണ് എന്ന് മനസ്സിലാക്കിയതാണ്. ആണവം, മായികം, കാർമികം എന്ന് വ്യാവഹാരിക ദശയ്ക്ക് രൂപം തരുന്നതായി പറയപ്പെടുന്ന ഈ മലങ്ങളൊന്നും, ഈ മാലിന്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ശുചി എന്ന് പാരമാർത്ഥിക സത്തയെ പറഞ്ഞിരിക്കുന്നത്. സർവഗതം ശാന്തം പരമാർത്ഥഘനം ശുചി എന്ന് നമ്മൾ നേരത്തെ യോഗവാസിഷ്ഠത്തിലെ ശ്ലോകത്തിൽ മനസ്സിലാക്കി.
ഇവിടെ ഒരു കാര്യം നന്നായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വ്യാവഹാരിക ദശയെ നിരൂപിക്കുന്ന ഈ പറഞ്ഞ പ്രത്യേകതകളുടെയൊക്കെ പരിധിക്ക് ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ സകല ജ്ഞാനങ്ങളും അറിവുകളും കണ്ടുപിടുത്തങ്ങളും ബുദ്ധി വികസനങ്ങളും ശാസ്ത്രങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ. ഈ ദശയുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഉണ്ടായിട്ടുള്ളവയാണ് ഇവയെല്ലാം. ഈ സവിശേഷതകളുടെ സീമയ്ക്ക് പുറത്തുള്ളതൊന്നും നമുക്കറിയില്ല, ഒരിക്കലും അറിയാൻ സാധിക്കുമില്ല. ഈ ദേശകാലങ്ങൾ, ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങൾ, പരിണാമദശകൾ, അവസ്ഥകൾ, മനസ്സ്, ശരീരാദി ഘടനകൾ, ഇങ്ങനെയുള്ളതൊക്കെ ഈ എർത്തിലി ഡയമെൻഷനിൽ നമ്മളെല്ലാവരും ജീവിതമാകുന്ന ഈ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാവഹാരിക ദശയിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഈ ഒരു ലോക ജീവിതത്തിൽ മാത്രമേ അവയ്ക്കൊക്കെ പ്രായോഗികതയുള്ളൂ, പ്രസക്തിയുള്ളൂ. സർവവ്യവഹാരാണാമേവ പ്രാഗ് ബ്രഹ്മാത്മതാ വിജ്ഞാനാത് സത്യത്വ ഉപപത്തേഹേ സ്വപ്ന വ്യവഹാരസ്യേവ പ്രാഗ് പ്രബോധാത് എന്ന് ഭഗവാൻ ശ്രീ ആദിശങ്കരൻ സൂത്രഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് സ്വപ്നത്തിലെ വ്യവഹാരം എന്നത് എങ്ങനെ ഉണരുന്നത് വരെ സത്യമായിരിക്കുന്നുവോ അതുപോലെ സർവവ്യവഹാരങ്ങളോടും കൂടിയ ഈ പ്രാപഞ്ചിക ദശയും പരമാർത്ഥിക ദശയുടെ ജ്ഞാനം സിദ്ധിക്കുന്നത് വരെ സത്യം തന്നെയാണ് എന്ന്. അപ്പോൾ ഇത് കൂടാതെ വേറെയും ദശകൾ, ഡയമെൻഷനുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടോ? അതായത് ഈ ഒന്നല്ല വേറെയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം, ഇല്ലെന്നും വരാം. കാരണം ഇങ്ങനെ ഈ ഒരു ദശ രണ്ടാമതോ മൂന്നാമതോ ഇനിയും പലതായോ ഉള്ള ദശകൾ എന്നൊക്കെയുള്ള സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് തന്നെ ഈ എർത്തിലി ഡയമെൻഷനിൽ മാത്രം സത്യമായിട്ടുള്ളതാണ്. അത് മറക്കരുത്. ഇപ്പോൾ ഇനിയും വേറെ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാവാം, അതൊന്നും നമ്മുടെ ചിന്തയ്ക്ക്, ബുദ്ധിയുടെ ആലോചനാശക്തിക്ക് എത്താൻ കഴിയാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കൽ തിങ്കിങ് എന്ന ഈ രീതിയിലുള്ള ചിന്തിക്കലും ആലോചിക്കലും ഒക്കെ ഒരുപക്ഷെ ഈ ഒരു ദശയിൽ മാത്രമേ ചിലപ്പോൾ ഉണ്ടായി എന്നും തന്നെ ഇരിക്കുകയുള്ളൂ. ശ്രീ ആദിശങ്കരൻ ബ്രഹ്മം ഒന്നേയുള്ളൂ എന്നല്ല പറഞ്ഞത്. സംഖ്യ എന്ന ഒരു ഘടകം തന്നെ ആ പരമാർത്ഥ സത്തയ്ക്ക് ബാധകമല്ലാത്തത് കൊണ്ടാണ് അദ്വൈതം, അതായത് രണ്ടല്ല എന്ന് സംഖ്യയെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചത്. വ്യവഹാരിക ദശ അല്ലെങ്കിൽ എർത്തിലി ഡയമെൻഷനെ കുറിച്ച് ഇത്രയും തൽക്കാലം മനസ്സിലാക്കി. പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നും ഇല്ല, ഇതെല്ലാം നമുക്ക് അറിയുന്ന വസ്തുതകൾ തന്നെയാണ്. ജീവജാലങ്ങൾ എങ്ങനെ ഈശ്വര ഇച്ഛയ്ക്ക് മാത്രം വഴങ്ങി പ്രവർത്തിക്കുന്നുവോ അതുപോലെ ഈ ഒരു ദശയും പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയും അതിൻ്റെ സവിശേഷതകളും നിയമങ്ങളുമെല്ലാം ഈശ്വര വിധി പ്രകാരം മുൻകൂട്ടി തന്നെ നിശ്ചിതമായിട്ടുള്ളവയാണ് എന്നത് ഓർമ്മിപ്പിക്കാൻ ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണത്? പ്രാപഞ്ചിക ദശയാകുന്ന വ്യാവഹാരിക സത്ത എന്ന് പറയുന്ന ഈ ഇഹലോക ജീവിതത്തിൽ ഈശ്വരൻ ഓരോ ജീവജാലത്തെയും കർമ്മം അനുഷ്ഠിക്കേണ്ടവയായി കർമ്മനിരതരായി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർമ്മരഹിതരായി ഇരിക്കാൻ ആർക്കും സാധിക്കില്ല. എല്ലാവരെയും സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന ഈശ്വരൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന അവരവരുടെ പാത്രധർമ്മം, ആ അഭിനയ ഭാഗം ഈ ലോകമാകുന്ന രംഗമന്ദിരത്തിൽ നടിച്ചു തീർക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് മനുഷ്യരടക്കമുള്ള സകല ജീവികളും. ഈ കഥാപാത്രങ്ങളുടെ ഇടയിൽ വലിയ ചിന്താഗതിയുള്ള മഹാത്മാക്കളുണ്ട്, വിശാല മനസ്കർ, വളരെ ഒരു ഉന്നത സ്ഥിതിയിൽ എത്തിയിട്ടുള്ളവർ, വളരെയധികം കഴിവുകളുള്ളവർ, ഒരുപാട് സത്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ നിരന്തര ശീലമായിട്ടുള്ള ധർമാത്മാക്കൾ, ഇങ്ങനെ എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ദുഷിച്ച ചിന്താഗതിയുള്ളവർ, ഏതു നേരവും നികൃഷ്ടമായ വികാരങ്ങളും ശീലങ്ങളും തലതിരിഞ്ഞ പെരുമാറ്റവും ഒക്കെ കൊണ്ട് നടക്കുന്നവർ, എത്ര കൊടിയ പാപങ്ങളാണെങ്കിലും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത മൂർഖന്മാർ, ഇങ്ങനെയും കുറേ പേരുടെ രൂപഘടനകളുമുണ്ട്. എല്ലാവരും അവരവരുടെ വേഷം, അവരവരുടെ ഭൂമിക, അവരവരുടെ റോളുകൾ അഭിനയിക്കുന്നു.
തമിഴിൽ പുറനാനൂർ എന്ന് പറയുന്ന ഒരു പഴയ കൃതിയിലെ ഒരു പദ്യമുണ്ട്. യാതും ഊരേ യാവരും കേളിർ എന്ന് തുടങ്ങുന്നത്. ഇതേ ആശയമാണ്. അത് മുഴുവനും വിവരിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ആ പദ്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, അത് അവസാനിക്കുന്ന വരി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പെരിയോരൈ വിയത്തലും ഇലമേ സിറിയോരൈ ഇഹഴ്തൽ അതനിനും ഇലമേ. മഹാത്മാക്കളെ കണ്ട് അതിശയിക്കുകയും വേണ്ട, വിശേഷിച്ച് പാപികളെ അധിക്ഷേപിക്കുകയും വേണ്ട എന്ന് അർത്ഥം. എന്ന് വെച്ചാൽ പാപികളെയും കുറ്റവാളികളെയും ഒന്നും ശിക്ഷിക്കാതെ വെറുതെ വിടണം എന്നല്ല അർത്ഥം. അത് അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. ന്യായാധിപന്മാരും പോലീസും ക്രമപാലകരുമൊക്കെ അവരവരുടെ കർമ്മം അനുഷ്ഠിക്കേണ്ടതും ഈശ്വരവിധി പ്രകാരം തന്നെയാണ്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും സ്വതന്ത്ര ഇച്ഛ സ്വയമേ കയ്യിലെടുത്ത് ഈശ്വരവിധിക്ക് എതിരായി തന്നിഷ്ടമായി പ്രവർത്തിക്കല്ല എന്നത് മാത്രമാണ്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഡെലിക്കേറ്റ് ആയ ഒരു വിഷയമാണിത്. തെറ്റിദ്ധരിച്ചു പോകരുത്. അവരവരുടെ വേഷം അവരവർ അഭിനയിക്കുന്നു. ശ്രേഷ്ഠതയിൽ അഭിമാനിക്കാനുമില്ല. നികൃഷ്ട ജന്മങ്ങളായി തീർന്നതിൽ അവരാരും ഉത്തരവാദികളുമല്ല. ഓരോ വേറിട്ട റോളുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ റോള് അഭിനയിച്ച് തീർക്കലാണ് നടീനടന്മാരായ നമ്മുടെ ചുമതല. ലോകത്തിൻ്റെയും ജീവികളുടെയും ഈ അവസ്ഥ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് ഈശ്വരേച്ഛയുടെ മഹത്വവും ഗൗരവവുമൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാവുള്ളൂ. ഈശ്വരേച്ഛയാൽ മാത്രമേ സകലതും സംഭവിക്കുന്നുള്ളൂ എന്ന ഉറച്ച വിശ്വാസം പടിപ്പടിയായി നേരത്തെ പറഞ്ഞ ഈഗോ ആകുന്ന ആ വ്യാജ വ്യക്തിത്വ ബോധത്തെ ദുർബലമാക്കി ക്ഷയിപ്പിക്കുന്നു. ചേതോവികാരങ്ങളുടെ ഞെരുക്കം, ആ സമ്മർദ്ദമൊക്കെ ക്രമേണ കുറയാൻ തുടങ്ങുന്നു. മായിക മലം എങ്ങനെയാണ് കഠോരമായി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും മുറുക്കി പിടിക്കുന്നത് എന്നത് അപ്പോൾ മനസ്സിലാകാൻ തുടങ്ങും. സകലതും ഈശ്വരവിധിപ്രകാരം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് ആത്മാർത്ഥതയോടെ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മുടെ പ്രയത്നവും പരിശ്രമവുമായിട്ട് ഒന്നുമില്ല എന്നാവുന്നു. നമ്മുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും കൂടി ഈശ്വരേച്ഛയാൽ മാത്രമേ ഉദിക്കുന്നുള്ളൂ എന്ന സത്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയൊന്നിലും നമുക്ക് താല്പര്യമില്ലാതെ ആവുന്നു. ഞാൻ ആണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ആണ് ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും എന്ന് ഭാവിക്കുമ്പോഴാണ് നമ്മുടെ ആകാംക്ഷയും ഉത്കണ്ഠയുമൊക്കെ അധികമാകുന്നത്. നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല എന്ന ബോധം ഉറയ്ക്കും തോറും നമ്മൾ കടന്നുപോയ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ, ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന ഭാവിയിലെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെക്കുറിച്ചും വ്യാവലാതിപ്പെടാതെ വർത്തമാനകാലത്തിൽ മാത്രം നിന്നുകൊണ്ടുള്ള ജീവിതം ജീവിക്കാൻ ആരംഭിക്കും. ലിവിങ് ഇൻ ദി പ്രസൻറ്റ് എന്ന് പറയില്ലേ. ദൈനംദിന ജീവിതത്തിന് വേണ്ട കർമ്മനിഷ്ഠമായ മനസ്സ് മാത്രമേ അപ്പോൾ സജീവമായി പ്രവർത്തിക്കുള്ളൂ. സദാ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിന്താവിഷ്ടമായ മനസ്സിൻ്റെ സാന്നിധ്യം ഇല്ലാതാവും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിലോ പ്രതീക്ഷകളിലോ സംരംഭങ്ങളിലോ താല്പര്യമില്ലാതെ ഒരുതരം നിരാശ പിടിപെട്ടവരായി തീരുമെന്നല്ല അർത്ഥം. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ജയപരാജയങ്ങളെക്കുറിച്ചോ കഴിഞ്ഞുപോയ കാര്യങ്ങളിലും ഉണ്ടായ അഭിമാനം, കുറ്റബോധം, നിരാശ, ദുഃഖം മുതലായ വികാരങ്ങളാലോ അലട്ടലില്ലാതെ വർത്തമാനകാലത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള കർമ്മനിരതമായ മനസ്സോടു കൂടി മാത്രം ജീവിക്കാൻ തുടങ്ങുന്നു. വെറുമൊരു സാക്ഷിഭാവം മാത്രമായിരിക്കും അപ്പോൾ. അവിടെ വികാരങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതാവും. സ്വതന്ത്രമായ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനുള്ള ആജ്ഞാപന ശക്തി ഉണ്ട് എന്നുള്ള, ഫ്രീ വിൽ ഉണ്ട് എന്നുള്ള ബോധത്തിൻ്റെ അഭാവമാണ് ഈ സാക്ഷിഭാവം. ഫലാസക്തിയും കർത്തൃത്വ അഭിമാനവും ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്ന ഭഗവത്ഗീതയുടെ കർമ്മയോഗവും ഇതുതന്നെയാണ്. ഉത്തമമായ ഭക്തിയോഗവും ഇതുതന്നെയാണ്. വളരെ ശ്രദ്ധയോടെ അവധാനപൂർവം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ വസ്തുത.
എങ്ങനെയാണ് ഇത് ഭക്തിയോഗവും കൂടിയാവുന്നത്? ശിവാനന്ദ ലഹരി എന്നൊരു സ്തോത്രകൃതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭഗവാൻ ശ്രീ ആദിശങ്കരൻ്റെ രചനയായി കരുതപ്പെട്ടു പോരുന്ന അർത്ഥഭംഗിയും കാവ്യചാരുതയും ഒക്കെ തികഞ്ഞ മനോഹരങ്ങളായ 100 ശ്ലോകങ്ങളുള്ള ശിവസ്തോത്രമാണ് ശിവാനന്ദ ലഹരി. ശിവാനന്ദ ലഹരിയിലെ പ്രമേയം ഭക്തിയാണ്. അനന്യമായ ഭക്തിയുടെ സ്വരൂപം, ഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈശ്വരനെ ധ്യാനിക്കേണ്ട ക്രമം എങ്ങനെയാണ്, ഭക്തിമാർഗത്തിൽ നേരിടുന്ന പ്രധാന പ്രതിബന്ധങ്ങൾ, അതായത് മനസ്സിൻ്റെ ദൗർബല്യം, മനസ്സിൻ്റെ പ്രാപ്തിക്കുറവ്, ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ സമ്പൂർണ്ണ ശരണാഗതിയിലൂടെ തരണം ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് എന്നിങ്ങനെ ഭക്തിയുടെ എല്ലാ വശങ്ങളെയും വിശദമായിട്ടും വളരെ സ്പഷ്ടമായിട്ടും വിവരിക്കുന്ന ഉത്തമമായ ഒരു ഭക്തി സ്തോത്രമാണ് ഈ ശിവാനന്ദ ലഹരി. ഈ ശിവാനന്ദ ലഹരിയിലെ ഒരു ശ്ലോകം ഇവിടെ നമുക്കൊന്ന് നോക്കാം. ശ്രീ പരമേശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല, ഒരു സംവാദം. ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാ മൃഗാസ്തേ ജനാഃ യത് കർമാചരിതം മയാ ച ഭവതഃ പ്രീത്यै ഭവത്യേവ തത് ശംഭോ സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ഠിതം നിശ്ചിതം തസ്മാൻ മാമകരക്ഷണം പശുപതേ കർത്തവ്യമേവ ത്വയാ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം. ഈ പ്രപഞ്ചം മുഴുവനും ഹേ പരമേശ്വര അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ ക്രീഡയ്ക്ക് വേണ്ടിയാണ്, കളിക്കാനും കളി ആസ്വദിക്കാനും വേണ്ടിയാണ്. ക്രീഡാ മൃഗാഃ തേ ജനാഃ. ജനങ്ങളും ജീവജാലങ്ങളുമെല്ലാം അങ്ങയുടെ കളിമൃഗങ്ങൾ അഥവാ കളിപ്പാവകളാണ്. പെറ്റ് അനിമൽസ് എന്ന് പറയില്ലേ, വളർത്തു മൃഗങ്ങൾ. ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിയെ കൊണ്ട് പന്തെറിഞ്ഞ് പിടിപ്പിക്കുക, ഓടിക്കുക, ചാടിക്കുക, ഇതൊക്കെ ചെയ്യില്ലേ നമ്മൾ? ക്രീഡാമൃഗം എന്ന് പറഞ്ഞത് അതാണ്. കളിപ്പാവ എന്ന് പറയാം, അതാണ് കൂടുതൽ യോജിക്കുന്ന അർത്ഥം. യത് കർമ്മ ആചരിതം മയാ ച ഭവതഃ പ്രീത്यै ഭവത്യേവ തത്. ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ ഭഗവാനെ, അവ മുഴുവനും നിന്തിരുവടിയുടെ പ്രീതിക്കായിക്കൊണ്ട്, ഇഷ്ടത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു. അതിലെനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ശംഭോ സ്വസ്യ കുതൂഹലസ്യ കരണം മച്ചേഷ്ഠിതം നിശ്ചിതം. ഹേ ശംഭോ, എൻ്റെ എല്ലാ ചേഷ്ടകളും എൻ്റെ എല്ലാ പ്രവൃത്തികളും അവിടുത്തെ സന്തോഷത്തിന് കാരണമാണ് എന്ന് നിശ്ചയമായി എനിക്ക് ഉറപ്പായി. തസ്മാത് മാമകരക്ഷണം പശുപതേ കർത്തവ്യമേവ ത്വയാ. അതുകൊണ്ട് എൻ്റെ രക്ഷണം അങ്ങയുടെ ഉത്തരവാദിത്തം മാത്രമാണ്. രക്ഷിക്കുകയോ രക്ഷിക്കാതിരിക്കുകയോ എന്തായാലും അത് ഹേ പരമേശ്വര അവിടുത്തെ തീരുമാനം മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ ചുമതലയും ബാധ്യതയും അങ്ങയ്ക്ക് മാത്രമാണ്. ഞാൻ എന്തിന് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണം? ഇതിൻ്റെ ഒരു മലയാള പരിഭാഷാ ശ്ലോകം ഇങ്ങനെയാണ്. അപ്പോൾ അത് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. സൃഷ്ടിപ്പൂ ലീലയായി നീ ഉലകിതു ജനമോ നിന്റെ കേളീമൃഗങ്ങൾ. ഞാൻ ചെയ്യും കർമ്മമെല്ലാം പ്രഭു തവ പ്രിയമേകിടുവാൻ മാത്രമല്ലേ. നൂനം നിൻ കൗതുകത്തെ പരിചിനൊടു വളർത്തുന്നിതൻ ചേഷ്ടിതങ്ങൾ. ലോകേശ എന്നുമെന്നെ കരുതലൊടുകാക്കുന്നതും നിന്റെ കൃത്യം. ഭക്തിയുടെ അത്യുച്ഛമായ സ്ഥിതിയെയാണ് യഥാർത്ഥത്തിൽ ഈ ശ്ലോകത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പരിപൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ, അഖണ്ഡമായ ശരണാഗതിയുടെ അത്യുന്നത ഭാവമാണ് ആചാര്യസ്വാമികൾ ഇവിടെ ദ്യോതിപ്പിച്ചിരിക്കുന്നത്. സർവവും ഈശ്വര നിശ്ചയപ്രകാരമേ സംഭവിക്കുന്നുള്ളൂ എന്ന ഉറച്ച തിരിച്ചറിവും ഭഗവാന്റെ കുതൂഹലത്തിനായി ഈ ജീവിത നാടകത്തിൽ നമുക്കും ഒരു വേഷം നൽകി അയച്ചിരിക്കുന്നതിൽ ഈശ്വരനോട് അനവരതം നമുക്കുള്ള കൃതാർത്ഥതയും മാത്രമാണ് ശരണാഗതിയുടെയും ഭക്തിയുടെയും പാരമ്യമായ അവസ്ഥ. ഞാൻ, എൻ്റെ എന്നൊക്കെയുള്ള ധാരണകളുടെ അഭാവമാണ് മായയുടെ ആവരണം നീങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥ. അപ്പോഴാണ് സമചിത്തതയും ഈശ്വരനോടുള്ള ശരണാഗതിയും പരിപൂർണമായി തീരുന്നത്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ഭഗവാന്റെ നാമസ്മരണത്തിൻ്റെയും സ്തോത്രപാരായണങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പുറകിലുണ്ടായിരിക്കേണ്ട മൗലികമായ ഭാവം ഇതൊന്നു മാത്രമായിരിക്കണം. അഖണ്ഡമായ ഈ ശരണാഗതി ഭാവം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന എന്നുള്ള പേരിൽ ആവശ്യങ്ങളുടെ നീണ്ട ലിസ്റ്റ് സമർപ്പിക്കലുമൊക്കെ താനേ അവസാനിക്കും.
ഇതിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും കൂടി സമർപ്പിക്കുന്നവരുമുണ്ട്. ഈ രീതിയിലുള്ള സ്വാർത്ഥതയുടെ വ്യർത്ഥത അപ്പോൾ മനസ്സിലാകും. ഈശ്വരൻ്റെ ആജ്ഞപ്രകാരം, ഈശ്വരേച്ഛപ്രകാരമാണ് സകലതും സംഭവിക്കുന്നത് എന്നത് പുതിയ ഒരു അറിവൊന്നുമല്ല. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാ മതസ്ഥർക്കും ഈ കാര്യത്തിൽ മറിച്ചൊരു രീതിയിലുള്ള സിദ്ധാന്തമില്ല. ദൈ വിൽ ബി ഡൺ എന്നത് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനമായ നിത്യപ്രാർത്ഥനയിൽ വരുന്ന ഒരു വാചകമാണ്. എന്നാൽ ഇത്തരമൊരു അഖണ്ഡമായ ശരണാഗതി ഭാവം, പൂർണ്ണമായ ആത്മസമർപ്പണം മനസ്സിൽ സദാ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കണമെങ്കിലും അതനുസരിച്ച് ജീവിതത്തിനോടും ഈശ്വരനോടുമുള്ള നമ്മുടെ സമീപനം രൂപപ്പെടണമെങ്കിലും അതിനും ഈശ്വര ഇച്ഛ എന്ന് പറയുന്ന ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കുക തന്നെ വേണം. ഈശ്വരാനുഗ്രഹാദേവ പുമാൻ പൂർണ്ണപ്രജായത്തെ. പരിപൂർണ ശരണാഗതിയിലൂടെ മനുഷ്യൻ പരിപൂർണനാകുന്നതും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നിസ്സാരമായ ഒന്നല്ല നമ്മൾ ഇത്രയും നേരം പര്യാലോചനം ചെയ്ത സംഗതി. അത്യന്തം ലളിതമായ ഒരു വിഷയമല്ലേ ഇത് എന്ന് തോന്നിയേക്കാമെങ്കിലും വളരെ ആഴമായി സാവധാനം ആലോചിച്ച് തിരിച്ചറിഞ്ഞ് കൈക്കൊള്ളേണ്ട ഒരു ജീവിത ശൈലിയാണ് ഇത്. ഈശ്വരാനുഗ്രഹം അഥവാ ഈശ്വര കൽപ്പന അനുവദിക്കുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ അന്തസ്സത്ത മനസ്സിലുറച്ച് അതുവഴി ഈശ്വരനോടും ജീവിതത്തോടും പ്രാർത്ഥനയോടും ഉള്ള നിലപാട്ടിൽ, സമീപനത്തിൽ സമഗ്രമായ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. പരിപൂർണ ആത്മസമർപ്പണം, ശരണാഗതി ഭാവം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രാർത്ഥനകളിലൂടെ ചെയ്യുന്ന കാര്യസാധ്യത്തിനായിട്ടുള്ള അപേക്ഷകൾക്കും ആവലാതി പറച്ചിലുകൾക്കും ഒന്നും ഒരർത്ഥവുമില്ല എന്നത് അപ്പോൾ ബോധ്യമാവും. നമ്മുടെ വാക്കിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കർത്തൃത്വം നിയന്താവായ ഈശ്വരനിൽ മാത്രമാണ് എന്നും ജീവിതത്തിലും മരണത്തിലും പരമ അന്തരംഗ ബന്ധുവും രക്ഷകനും ഈശ്വരൻ മാത്രമാണ് എന്നും ഉള്ള ദൃഢമായ ബോധം സ്ഥിരപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ ആത്മശാന്തി ഉണ്ടാകുകയുള്ളൂ. അതുതന്നെയാണ് സംസാര ഭഞ്ജനവും. ശരിയായുള്ള ഒരു പ്രാർത്ഥന ശ്രീ ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കാം. യോഗക്ഷേമ ധുരന്ധരസ്യ സകലശ്രേയപ്രദോദ്യോഗിനോ ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനോ ബാഹ്യന്തരവ്യാപിനഃ സർവജ്ഞസ്യ ദയാകരസ്യ ഭവതഃ കിം വേദിതവ്യം മയാ ശംഭോ ത്വം പരമാന്തരംഗ ഇതി മേ ചിത്തേ സ്മരാമ്യന്വഹം. യോഗക്ഷേമ ധുരന്ധരസ്യ, സകല ജീവജാലങ്ങളുടെയും യോഗക്ഷേമം വഹിക്കുന്നവനും സകല ശ്രേയപ്രദോദ്യോഗിനോ, ഒടുവിൽ ശ്രേയസ്സാകുന്ന സദ്ഗതി സകലർക്കും പ്രദാനം ചെയ്യുന്നവനും ദൃഷ്ടാദൃഷ്ട മതോപദേശ കൃതിനോ, കാണാവുന്ന രീതിയിലും കാണാനാവാത്ത രീതിയിലും അനുസരിക്കേണ്ട ശരിയായ മാർഗത്തിൻ്റെ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നവനും. പ്രകൃതിയുടെ രൂപത്തിൽ ഈശ്വരൻ നമുക്ക് നിരന്തരം ഓരോ സൂചനകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അത് വളരെ വൈകിട്ടാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ബാഹ്യ അന്തരവ്യാപിന, ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചിരിക്കുന്നവനും സർവജ്ഞസ്യ ദയാകരസ്യ, സർവജ്ഞനും ദയാനിധിയായിരിക്കുന്നവനുമായ അവിടത്തേക്ക് കിം വേദിതവ്യം മയ, എന്നാൽ പ്രത്യേകമായി അറിയിക്കപ്പെടേണ്ടതായി എന്തുണ്ട് ഈശ്വര? ഏറ്റവും പ്രിയപ്പെട്ട നിന്തിരുവടി എൻ്റെ അന്തരംഗത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നത് മാത്രമേ ഞാൻ എന്നും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയുള്ളൂ. ശംഭോ ത്വം പരമാന്തരംഗ ഇതി മേ ചിത്തേ സ്മരാമ്യന്വഹം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെയൊക്കെ സാരം, സന്ദേശം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് തോന്നിയ പോലെ നടന്നുകൂടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? ഓ, നടക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതിന് സാധിക്കുന്നുണ്ടോ എന്ന്. ഈശ്വരൻ്റെ ഇച്ഛയാണ് എന്നും പറഞ്ഞ് തോന്യാസങ്ങൾ കാണിക്കാം. പക്ഷേ ആ തോന്യാസങ്ങളുടെയൊക്കെ പ്രതിഫലമായി ചിലത് കിട്ടുമ്പോൾ അതും ഈശ്വരേച്ഛയാണ് എന്ന് അംഗീകരിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കാനാവുമോ എന്നും കൂടി നേരത്തെ തന്നെ ഒന്ന് ആലോചിക്കണം അല്ലേ? യാന്ത്രിക പാവകളെപ്പോലെ ചലിക്കുന്ന
സകല ജീവജാലങ്ങളുടെയും ചാലകൻ, നിയന്താവ് ഈശ്വരൻ മാത്രമാണ്. ഈശ്വരനാൽ ഉചിതം എന്ന് കരുതപ്പെടുന്ന, അനുവദിക്കപ്പെടുന്ന പ്രവൃത്തികൾ മാത്രമാണ് അതാത് കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രപഞ്ചത്തിലുള്ള അചേതനങ്ങളായ ഓരോന്നിലൂടെയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പരമാർത്ഥം. നല്ലത്, ചീത്ത അഥവാ ധാർമ്മികം, അധാർമികം എന്നൊക്കെ നമ്മൾ തരംതിരിച്ച് വെച്ചിരിക്കുന്ന ലോകത്തിൽ സംഭവിക്കുന്ന സകല പ്രവൃത്തികളുടെയും ഔചിത്യം, അനുയോജ്യത തീരുമാനിക്കുന്നത് ഈശ്വരനാണ്, അല്ലാതെ നമ്മളല്ല. അനീതികളായിട്ടും പൈശാചിക കൃത്യങ്ങളായിട്ടും ലോകത്തിൽ കാണുന്ന സംഭവങ്ങളൊന്നും താനേ നടക്കുന്നവയല്ല എന്നത് മനസ്സിലാക്കണം. പ്രപഞ്ച നാടക രചനയിൽ ഈശ്വരൻ ആവിഷ്കരിച്ച് ചേർത്ത് വച്ചിട്ടുള്ള രംഗങ്ങളാണ് അവയൊക്കെ. അവയുടെ ശരിയും തെറ്റും തീരുമാനിക്കാൻ നമ്മൾ ആരാണ്? അതിൻ്റെ ഔചിത്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ രംഗങ്ങളൊക്കെ അല്പമെങ്കിലും ഒന്ന് തിരുത്തി മാറ്റി എഴുതാൻ ഒരാൾക്കും സാധ്യവുമല്ല, അല്ലേ? ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ ഇങ്ങനെ പക്ഷി മൃഗാദികളൊക്കെ സുഖമായും സ്വൈരമായും വിഹരിക്കുകയും ഉത്കൃഷ്ട ജന്തുവായ മനുഷ്യൻ പേടിച്ച് വീട്ടിനകത്ത് അടഞ്ഞിരിക്കുകയും ചെയ്യുന്ന? സുഖദുഃഖങ്ങളുടെ ആവർത്തനവും സദാ ചലനവും മാറ്റവുമാണ് ജീവിതത്തിൻ്റെ മൗലികമായ സ്വഭാവം. ജീവിതമാകുന്ന ഈ പരിവർത്തന ചക്രത്തിലൂടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവൻ വെറും ഒരു ഉപകരണം മാത്രം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും ഒടുവിലത്തെ, അതായത് സന്യാസയോഗമെന്ന 18-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് താൻ അതുവരെ നൽകിയ വിപുലമായ ഉപദേശങ്ങളുടെ എല്ലാം ഒരു സമാപന വാക്യം പോലെ, വൈൻഡിങ് അപ്പ് സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയുന്ന ഒരു 4 ശ്ലോകങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ 4 ശ്ലോകങ്ങളും കൂടി അറിയാത്തവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതും കൂടി ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. അജ്ഞത കൊണ്ട് യുദ്ധം ചെയ്യില്ല എന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നോ, പ്രകൃതമായ, അതായത് സ്വാഭാവികമായി നിനക്ക് വിധിച്ചിട്ടുള്ള ഗുണം നിന്നെ യുദ്ധത്തിൽ പിടിച്ച് ഇറക്കുക തന്നെ ചെയ്യും. ഭഗവത് ഇച്ഛയെ തന്നെയാണ് ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചെയ്യില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുകയും, ചെയ്യും എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും സംഭവിക്കുന്നത് ഈശ്വര നിശ്ചയമനുസരിച്ച് മാത്രമാണ് എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സൂക്ഷ്മാർത്ഥം. സ്വഭാവജേന കൗന്തേയ നിബദ്ധഃ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യൻ മോഹാത് കരിഷ്യസി അവശോപി തത്. നിന്റെ സ്വഭാവത്തിൽ നിന്നും ഉണ്ടായ സ്വന്തമായ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനായ നീ അറിവില്ലായ്മ കൊണ്ട് യാതൊരു കർമ്മത്തെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലയോ, ആ കർമ്മത്തെ ഈശ്വരേച്ഛയായ പ്രകൃതിക്ക് അടിമപ്പെട്ട് ഒടുവിൽ അവശനായിരുന്നാലും നീ ചെയ്യും. അതായത് സ്വകർമ്മത്തിൻ്റെ പുണ്യപാപ യോഗ്യതകളെ സ്വയം തീരുമാനിച്ച് ഒരു കർമ്മം ചെയ്യാനും ഉപേക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ആ ഫ്രീ വിൽ നിനക്ക് ഇല്ല. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹേ അർജുന, യന്ത്രപ്പാവകളെപ്പോലെ സകല സൃഷ്ടിവർഗങ്ങളെയും സ്വമായാശക്തി കൊണ്ട് ഭ്രമിപ്പിക്കുന്നവനായ, അതായത് കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നവനായ ഈശ്വരൻ എല്ലാ സൃഷ്ടികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ആശ്വാസകരമായ ഒരു വാഗ്ദാനമാണ്, ഒരു ഉറപ്പാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്തിരിക്കുന്നത്. ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി എന്നുള്ളത്. മഹാത്മാവ്, കൊലപാതകി എന്നുള്ള ഭേദങ്ങളൊന്നുമില്ലാതെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത യത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ദേഹേന്ദ്രിയ മനോബുദ്ധ്യാദി സകല ഭാവം കൊണ്ടും നീ പരമനായ ആ ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുക. അവിടുത്തെ പ്രസാദമുണ്ടായാൽ നീ നിരതിശയമായ ശാന്തിയെയും ശാശ്വതമായ സ്ഥാനത്തെയും പ്രാപിക്കും. അഹങ്കാരം കൊണ്ട് യുദ്ധം ചെയ്യില്ലെന്നല്ലി ഓർപ്പതും
തെറ്റിയൊരുക്കം പ്രകൃതി നിന്നെ കൽപ്പിച്ചയച്ചിടും. കൗന്ദേയ നീ സഹജമാം സ്വകർമ്മം കൊണ്ടു ബദ്ധനായി അവകാശപ്പെട്ടു ചെയ്തിടും ചെയ്യാൻ ഇച്ഛിച്ചിടായെങ്കിലും. നിൽപ്പുണ്ടർജുന സർവർക്കും ഹൃദയത്തിങ്കൽ ഈശ്വരൻ, യന്ത്രം കേറ്റി ഭൂതജാലം മായ കൊണ്ടു തിരിപ്പവൻ. എല്ലാം കൊണ്ടിട്ടും അവനെ ശരണം കൊള്ളുക ഭാരത, തൽപ്രസാദാൽ ശാന്തിയേന്തി ശാശ്വത സ്ഥാനമെത്തുമേ എന്നിങ്ങനെ മനോഹരമായിട്ട് ഈ 4 ശ്ലോകങ്ങളും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. കരുണാമയനായ ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ച് മാത്രമേ സകലതും സംഭവിക്കുന്നുള്ളൂ, ഇനിയും സംഭവിക്കുകയുമുള്ളൂ എന്നുള്ള ആത്മാർത്ഥമായ തിരിച്ചറിവാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്രഷ്ടാവായ ഈശ്വരനോടുള്ള അപങ്കിലമായ അഖണ്ഡമായ ശരണാഗതിയുടെ അത്യുച്ചമായ അവസ്ഥ. അതുതന്നെയാണ് ഉത്തമമായ ഭക്തി എന്ന പരമാർത്ഥം ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.